എയ്സ് LPSC അച്ചീവ്മെൻറ്റ് 2022 നിറവിൽ നിൽക്കുന്ന സമയത്ത് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് പ്രവീണ ചേച്ചിയാണ്. സോ നമുക്ക് പ്രവീണ ചേച്ചിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് ചേച്ചി ഇന്ന് ഈ ഒരു വിജയം നേടിയെടുത്തിട്ടുള്ളത്. സോ ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും എന്നറിയാം. അത് ചേച്ചിയുടെ മുഖത്ത് തന്നെ നമുക്ക് കാണാനാകും. സോ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ ഒരു PSC തന്നെ ചൂസ് ചെയ്യാൻ ചേച്ചി എന്താണ് അതിലേക്ക് ചേച്ചിക്ക് സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ ആൻഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ഈ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം ചേച്ചിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നു? ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യാമോ? ഒന്നാമതായിട്ട് ഹസ്ബൻഡ് ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നന്നായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് ജോബ് കിട്ടുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയും. ഡെയിലി വേജായി വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് BHSC അഗ്രികൾച്ചർ കഴിഞ്ഞതുകൊണ്ട് കൃഷിഭവനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സുഖം നമ്മൾ അങ്ങനെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അറിയാം. പിന്നെ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഹസ്ബൻഡ് നന്നായിട്ട് പ്രചോദനം തന്നിട്ടുണ്ട്. കിട്ടണം എന്നുള്ളത് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും വാങ്ങിത്തരും, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും. നമ്മൾ പിന്നിക്ക് നിൽക്കണമെങ്കിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ചീത്ത പറഞ്ഞിട്ടാണെങ്കിൽ ശരി, അങ്ങനെ ചീത്ത പറഞ്ഞാൽ നമുക്ക് കുറച്ച് വിഷമം തോന്നുമെങ്കിൽ നമുക്കതൊരു വാശിയായിട്ട് ഉള്ളിൽ വരും. അപ്പോൾ അത് ഒന്നാമത്തെ പ്രശ്നം, എൻ്റെ ഒരു പ്രചോദനമാണ്. പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു ഏണിങ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം നമുക്ക് വേറെ ലെവൽ, നമുക്ക് നമ്മുടെ പേരൻസിനെ സഹായിക്കാം, അങ്ങനെ ഉണ്ട്. പിന്നെ എയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ എയ്സാണ് ആരും പെട്ടെന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ LTക്ക് വേണ്ടിയിട്ട് അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കോച്ചിങ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ അവിടെ സ്റ്റഡി മെറ്റീരിയൽസ് നല്ല സ്റ്റഡി മെറ്റീരിയൽസാണ്. പിന്നെ എക്സാംസ് അവർ നടത്തും, അതൊക്കെ നല്ലതാണ്. വിജയം എന്ന് പറയുന്നത് ഒരിക്കലും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. സോ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ രീതികളാവാം. സോ ചേച്ചി ഏതൊക്കെ രീതിയിലായിരുന്നു പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം ചേച്ചി ഒരു ഹൗസ് വൈഫ് കൂടിയാണ്. ഈ ഒരു അഭിമാന നിമിഷത്തിൽ നിൽക്കുമ്പോൾ ചേച്ചി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ചേച്ചി ഏതൊക്കെ രീതിയിലായിരുന്നു ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാനെന്ന് പറഞ്ഞത് എക്സാം കോൾ ഫോർ ചെയ്യണതിൻ്റെ മുന്നേ ഒരു 6 മാസത്തേക്ക് എംപ്ലോയ്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇതിൻ്റെ ഡേറ്റ് വന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു, സമയം കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ പഠിക്കേണ്ട മെറ്റീരിയൽസ് ആയിട്ട് അവിടെ പോവുകയായിരുന്നു ചെയ്യുന്നത്. അവിടുത്തെ സ്റ്റാഫ് നന്നായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. കൃഷിഭവനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയമുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ പണികളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന സമയം രാത്രി ഒരു 12-1 മണി വരെ നമ്മൾ നന്നായിട്ട് പഠിച്ചിരുന്നു. രാവിലെ നേരത്തെ നീക്കും. അപ്പോൾ പകൽ സമയം കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുള്ളിൽ വരുമ്പോൾ കിട്ടുന്ന സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് എങ്ങനെ ഉപകാരപ്രദമായി വിനിയോഗിക്കാം എന്നുള്ളതിന് ഒരു മാതൃകാപരമായ ഒരു റോൾ മോഡൽ തന്നെയാണ് നമ്മുടെ പ്രവീണ ചേച്ചി. ഒരുപാട് പേര് ഇങ്ങനെ PSCയിൽ റാങ്ക് വരണം അല്ലെങ്കിൽ സർക്കാർ ജോലി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ചേച്ചിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? അതായത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു വർഷം കൊണ്ട് പരിശ്രമിച്ച് കിട്ടും. ചിലവർക്ക് കിട്ടും, അത്രയും ബ്രൈറ്റ് ആയവർക്കും ഭാഗ്യമുള്ളവർക്കും. ഇതിന് ഭാഗ്യം ഒരു ഘടകം തന്നെയാണ്, കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ ഒരു 2-3 പ്രാവശ്യം എഴുതി കിട്ടിയില്ല, ഇനി കുറേ ഏജായി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നിക്ക് നിൽക്കരുത്. ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ പലതും പറയും, കുറേ നാളായില്ലേ എഴുതണോ, കുറേ എന്താ കിട്ടണില്ലൊക്കെ പറയും. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോഴത്തെ ഒരു നമ്മളെ സന്തോഷം ആലോചിച്ച് നമുക്ക് മടി വരുമ്പോൾ അതൊന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ തന്നെ പഠിച്ചോളും. സോ താങ്ക് യു പ്രവീണ ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ ചേച്ചിയുടെ ഈ ഒരു വിജയകഥ വളരെ പ്രയോജനമായിരിക്കും. സോ താങ്ക് യു ചേച്ചി. താങ്ക് യു.